ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് കമ്പനി മോഡ് ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും അതിൻ്റെ നിയമന സാധ്യതകളെക്കുറിച്ചുമാണ്. തസ്തിക ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് കേരളത്തിലെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. യോഗ്യത 7ാം ക്ലാസ് ജയം. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഡിഗ്രി PG ഉള്ളവർക്കും ഈ തസ്തിക അപേക്ഷിക്കാം എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പ്രായപരിധിയാണെങ്കിൽ 18 to 36 വയസ്സാണ്. സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കും. ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാവുന്നതിനാൽ മത്സരം വളരെ കൂടുതലായിരിക്കും. SCERT പാഠപുസ്തകങ്ങൾ 5 മുതൽ 10 വരെ കൃത്യമായി പഠിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ സഹായിക്കും. നിയമന സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു PSC ലിസ്റ്റാണിത്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഏകദേശം 2200-ലധികം പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. ലിസ്റ്റ് കാലാവധി തീരുമ്പോഴേക്കും 3000-ലധികം നിയമനങ്ങൾ പ്രതീക്ഷിക്കാം. അഡ്വൈസ് നില നോക്കുകയാണെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിറ്റി OC പുരുഷന്മാർ 2124-ഉം സ്ത്രീകൾ 2102-ഉം റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. EWS 2000-ന് മുകളിൽ റാങ്ക് ഉള്ളവർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട്. മിക്ക വിഭാഗങ്ങളിലും സപ്ലിമെൻ്ററി ലിസ്റ്റുകളിൽ നിന്നുള്ളവർക്കും നിയമനം ലഭിക്കുന്നുണ്ട് എന്നത് ഈ തസ്തികയുടെ വലിയൊരു ആകർഷണമാണ്. സിലബസ് നോക്കിയാൽ പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസും പൊതുജന ആരോഗ്യവും കൂടി 20 മാർക്ക്, ഗണിതവും മാനസിക ശേഷിയും 20 മാർക്ക്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ജനുവരി 12-നാണ്. ഇതിൻ്റെ കാലാവധി 2027 ജനുവരി 11 വരെയാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് 2027 നിലവിൽ വരേണ്ടതുണ്ട്. അതിനാൽ 2026-ൽ പരീക്ഷ നടക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ 75 to 80 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പഠിച്ചു തുടങ്ങുന്നത് സുരക്ഷിതമായ റാങ്ക് നേടാൻ സഹായിക്കും. കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 2021-ലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന കാറ്റഗറി നമ്പർ 609/2021 പരീക്ഷയുടെ ഫൈനൽ കട്ട് ഓഫ് മാർക്ക് 76.67 ആയിരുന്നു. 80 മാർക്കിന് അടുത്തുവരെ കട്ട് ഓഫ് വന്നത് പരീക്ഷയുടെ നിലവാരത്തെയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു.